എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് അല്പം എരിവുള്ള ഒരു ഐറ്റം ആയാലോ, ഒരു ബീഫ് വിന്താലു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എരിയൻ ബീഫ് വിന്താലു ഉണ്ടാക്കുവാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തേത് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീഫ് ഒരു 1/2 കിലോ. അടുത്തത് മുളക് പൊടി 2.5 ടീസ്പൂൺ, മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി ഒരു 12 അല്ലി, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, മുരിങ്ങയുടെ തൊലി ചെറിയ ഒരു പീസ് കട്ട് ചെയ്തത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വിനാഗിരി 5 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് ഒരു 3 എണ്ണം, വെളിച്ചെണ്ണ 5 ടീസ്പൂൺ, കറിവേപ്പില കുറച്ച്. ഇനി നമുക്ക് നമ്മുടെ വിന്താലുവിന് ആവശ്യമായ അരപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് അതിനായിട്ട് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ മിക്സിയിലേക്ക് ഇടുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഇടുന്നത് മസാലപ്പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ. ഇനി നമ്മൾ ഇടുന്നത് കടുകാണ്. നമുക്ക് കടുകും ഇട്ട് കഴിഞ്ഞു. ഇത് വെളുത്തുള്ളി തൊലി കളഞ്ഞത്, അതൊരു 12 അല്ലി, ഏതാണ്ട് ആ സ്പൂൺ 12 അല്ലി ഉണ്ടത്. ഇത് കുരുമുളക് പൊടി. ഇതാണ് നമ്മുടെ മുരിങ്ങയുടെ തൊലി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വിനാഗിരിയാണിത്, ഇതൊരു 5 ടീസ്പൂണാണ് നമ്മൾ ഇടുന്നത്. ഇത് ബീഫ് നല്ല സോഫ്റ്റ് ആയിരിക്കുവാനും അതുപോലെ പെട്ടെന്ന് വേകാനൊക്കെ സഹായമാണിത്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വട്ടം അടിച്ചെടുത്തതാണ്. ഇതിൽ മുരിങ്ങാത്തൊലിയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇത് അടിച്ചരപ്പാകാൻ വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്നും കൂടി അടിച്ചെടുക്കാം. നമ്മൾ ഈ കുക്കറിലാണ് നമ്മളുടെ വിന്താലു റെഡിയാക്കുന്നത്. അതിനായിട്ട് നമ്മൾ കഴുകി ഫ്രഷാക്കി വെച്ചിരുന്ന ബീഫ് നമ്മളിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഈ കാണും പോലെ ഈ വിന്താലുവിനുള്ള പീസ്, ബീഫിൻ്റെ ആ പീസൊക്കെ നല്ല ഒരുമാതിരി വലുതായിരിക്കണം. നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ ചെല്ലുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി വിന്താലുവിനാണെന്ന് പറഞ്ഞാൽ അവരതനുസരിച്ച് കട്ട് ചെയ്ത് തരും. അപ്പം അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് അതിനായിട്ട് അടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച അരപ്പാണ് ഇപ്പം നമ്മൾ അതിലേക്ക് ഇടുന്നത്. നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ അധികം നെയ്യൊന്നും ഇല്ലാത്ത കഷ്ണങ്ങൾ പറഞ്ഞ് വാങ്ങിക്കണം. അല്പം മാത്രം നെയ്യ് മതി. ഇപ്പം നമ്മൾ മിക്സിയിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ആ മിക്സിയിൽ നിന്ന് മാക്സിമം അരപ്പും ക്ലീൻ ചെയ്ത് നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്യുന്നതിന്. അതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അരപ്പ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇന്ന് അതിലൊരു അല്പം വേപ്പിലയും എണ്ണയും, അതായത് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂൺ ഉപയോഗിക്കണം. അതെ, 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കഴിഞ്ഞു. ഇനി അല്പം വേപ്പില, ഈ വേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ആ ബീഫിൻ്റെ പീസിലൊക്കെ നന്നായിട്ട് ഈ മസാല, അതായത് ഈ അരപ്പ് നന്നായിട്ട് ഇത് പിടിക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി, ഇപ്പം നന്നായിട്ട് ഇളക്കി ഒരുമാതിരി റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്കിത് അടച്ച് കടപ്പയിലേക്ക് വെക്കാം. ഇത് അടപ്പിലിരുന്നൊരു നന്നായിട്ടൊരു 1/2 മണിക്കൂർ കുക്കറിലിരുന്ന് വേകണം. ഇപ്പം ഏതാണ്ടാക്കി ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അതെ, നമ്മളുടെ വിന്താലു ഇതാ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. കുക്കറിലിരുന്ന് നന്നായിട്ട് 1/2 മണിക്കൂറിന് തിളച്ച് വെന്തു. നല്ല സ്മെല്ലും വരുന്നുണ്ട്. നല്ല ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായ സ്മെല്ലാണ്.
മറ്റുള്ള ബീഫ് കറി വെക്കും പോലെ അല്ല. ഇതിൻ്റെ ചേരുവകളൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് വ്യത്യസ്തമായ ഒരു സ്മെല്ലുമാണ്. അതുപോലെ നമുക്കിത് വീട്ടിൽ നമുക്കിത് ഒരാഴ്ചക്കാലം വരെ നമുക്കിത് വീട്ടിൽ വെച്ച് നമുക്ക് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് കേട് വരില്ല. അതുപോലെ ഒരേ ദിവസം ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് വർദ്ധിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഒരു വിഭവമാണ്. ഞങ്ങളുടെ ഈ ബീഫ് വിന്താലു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും മറ്റെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്നത് പോലെ ലൈക്ക് ചെയ്യുക. മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും രുചികരമായൊരു വിഭവവുമായി ഞങ്ങൾ വരുന്നത് വരേക്കും ഗുഡ് ബൈ.